നമസ്കാരം. വോട്ട് ചോരി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPയുടെ വിജയത്തിൻ്റെ തിളക്കം കെടുത്താൻ പലപ്പോഴും പ്രതിപക്ഷം ശ്രമിക്കാറുണ്ട്. എന്നാൽ വോട്ട് ചോരിയൊന്നുമല്ല, അധ്വാനിക്കുന്നതിൻ്റെ ഫലമാണ് എന്ന് BJPയെ കൃത്യമായി വിലയിരുത്തുന്നവർക്കറിയാം. BJPക്ക് ഒന്നോ രണ്ടോ നേതാക്കളല്ല ഉള്ളത്, നൂറുകണക്കിന് കരുത്തുറ്റ നേതാക്കളുണ്ട്. ഒന്നാം നിരയിൽ തന്നെ എടുത്തു വയ്ക്കാൻ കുറഞ്ഞത് 100 നേതാക്കളെങ്കിലും BJPക്കുണ്ട് എന്നതാണ് വാസ്തവം. അതുകൂടാതെയാണ് സംസ്ഥാനങ്ങളിലെ അനേകം നേതാക്കൾ. BJP കൂട്ടായ തീരുമാനമെടുത്ത് എങ്ങനെയാണ് ഒരിടത്ത് കയറി പറ്റേണ്ടത് എന്ന് കൃത്യമായി പരിശീലിച്ച് മറ്റുള്ളവർക്ക് പരിശീലനം കൊടുത്ത് വളർന്നു പന്തലിക്കുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഗോവയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJP എങ്ങനെയാണ് അധികാരം പിടിച്ചത് എന്നെല്ലാവർക്കും അറിയാം. BJPയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ബംഗാൾ പിടിക്കുക എന്നത്. ഹൈന്ദവ ഭൂരിപക്ഷ ദേശമാണെങ്കിലും ബംഗാൾ പ്രത്യേക സംസ്കാരവും പ്രത്യേക രാഷ്ട്രീയവും തുടരുന്നവരാണ്. സ്വാമി വിവേകാനന്ദൻ്റെ നാടാണെങ്കിലും BJPക്ക് അവിടെ തൊട്ടുകൂടായ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ BJP ദീർഘകാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് പതിയെ മുന്നേറി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് BJP പശ്ചിമ ബംഗാളിൽ ഭരണം ഉറപ്പിച്ചെന്നാണ്. അങ്ങനെയെങ്കിൽ അതൊരു അതിശയകരമായ വിജയമാണ്. പ്രത്യേകതരം രാഷ്ട്രീയ സംസ്കാരമുള്ളവരായതുകൊണ്ടാവാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ബംഗാളിൻ്റെ ഭരണം പിടിച്ചു പറിക്കുന്നു. CPMനെയും ചുവപ്പിനെയും അടിച്ചോടിച്ച് പിന്നെ ഭരണം പിടിക്കുന്നത് മമതാ ബാനർജിയാണ്. ആ മമതയാണ് ഇപ്പോൾ ഇറക്കി വിട്ടിട്ട് അവിടെ BJP അധികാരം കൈയാളുന്നത് എന്നത് ചെറിയ കാര്യമല്ല. ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളിൽ ഭൂരിഭാഗവും പറയുന്നത് BJPക്ക് ഭരണം കിട്ടുമെന്നാണ്. മാട്രിക്സ് പറയുന്നു BJPക്ക് 146, 161, തൃണമൂല് 125, 140. മാർഗ് പറയുന്നു BJPക്ക് 150, 175, തൃണമൂലിന് 118, 138. പോൾ ഡയറി പറയുന്നു BJPക്ക് 142, 171, തൃണമൂലിന് 99, 127. JVC പറയുന്നു BJPക്ക് 138, 159, തൃണമൂലിന് 131, 152. തൃണമൂലിന് BJPയേക്കാൾ ഭൂരിപക്ഷം പറയുന്ന 2 എക്സിറ്റ് പോളുകളാണ്. ജൻമത് പോൾസ് പറയുന്നു 195, 205 TMCക്കും 80, 91 BJPക്കുമെന്ന്. അതുപോലെ തന്നെ പീപ്പിൾസ് പൾസ് പറയുന്നു 177, 187 TMCക്കും 95, 110 BJPക്കുമെന്ന്. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന കോൺഗ്രസും CPM ഒന്നും ചിത്രത്തിലേ ഇല്ല. ഭരണം പിടിച്ചെടുക്കുമെന്ന് MA ബേബി പറയുന്നുണ്ടെങ്കിലും അവിടെ 1-2 സീറ്റ് കിട്ടിയാലായി. ബംഗാളിലെ BJPയുടെ മുന്നേറ്റം പലരെയും ഞെട്ടിക്കുന്നതാണ്. CPMന്റെ ഗുണ്ടാ സംവിധാനങ്ങൾ മുഴുവൻ ഒരുമിച്ച് തൃണമൂലിലേക്ക് പോയായിരുന്നു പിടിച്ചു നിന്നത്. തൃണമൂൽ ഗുണ്ടകൾ BJP നേതാക്കളെ പോലും ഓടിച്ചിട്ടടിക്കുന്ന കാലമായിരുന്നു ബംഗാളിൽ. BJPക്ക് നിലം തൊടാൻ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ അനുമതി നൽകിയില്ല. എന്നിട്ടും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ BJP മുന്നേറ്റം നടത്തി. ബംഗാളിലെ BJPയുടെ കടന്നുവരവ് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ബംഗാൾ നിയമസഭയിലേക്ക് BJP ആദ്യം മത്സരിക്കുന്ന 1982-ലാണ്. BJP രൂപീകരിച്ച് 2 വർഷം കഴിഞ്ഞ് 52 സീറ്റിൽ മത്സരിച്ച് BJPക്ക് 1 സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല 0.58% ആകെ കിട്ടിയ വോട്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 ലക്ഷം വോട്ട്. 1987 അവർ വീണ്ടും മത്സരിച്ചു 57 സീറ്റിൽ. അന്ന് അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, 0.51%. 91 291 സീറ്റിൽ അവർ മത്സരിച്ചു, 1 സീറ്റും കിട്ടിയില്ല. പക്ഷേ വോട്ട് ശതമാനം 11.34 ഉയർത്തി. 96 292 സീറ്റ് മത്സരിച്ചു, വോട്ട് ശതമാനം പകുതിയായി കുറഞ്ഞു, 6.45. 2001 266 സീറ്റിൽ മത്സരിച്ചു, പോളിംഗ് ശതമാനം 5.19 കുറഞ്ഞു. 2006 വെറും 29 സീറ്റിൽ മാത്രമാണ് മത്സരിക്കുന്നത്, 1.93% വോട്ട് കുറഞ്ഞു. 2011 15 വർഷം മുമ്പ് 289 സീറ്റ് മത്സരിച്ചു, ഒറ്റ സീറ്റും കിട്ടിയില്ല, 4.06 മാത്രമായി വോട്ട് കിട്ടിയുള്ളൂ. അതായത് 82 0.58 തുടങ്ങിയ BJP 2011 മത്സരിക്കുമ്പോൾ 4.06 എത്തുന്നു. 2016 അതായത് നമ്മുടെ പിണറായി ആദ്യം അധികാരത്തിലെത്തുമ്പോൾ 294 സീറ്റിൽ മത്സരിച്ചു, വോട്ടിംഗ് ശതമാനം 10.16 ഉയർത്തി, 3 സീറ്റ് നേടി. കഴിഞ്ഞ തവണ 2021 38.14% വോട്ട് നേടി, 77 സീറ്റ് നേടി. അതായത് BJP പടിപടിയായി മത്സരിച്ച് വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ബംഗാളിലെ പ്രതിപക്ഷമായി മാറുന്നു. ഈ 5 വർഷത്തിനിടയിൽ ധാരാളം സംഭവങ്ങൾ ബംഗാളിൽ ഉണ്ടാവുന്നു. BJP പേടി മമതയെ വലയ്ക്കുന്നു. മമതയുടെ ഗുണ്ടകൾ വലിയ തോതിൽ BJPക്കാരെ ആക്രമിക്കുന്നു. സുവേന്ദു അധികാരിയെപ്പോലും തെരുവിലിട്ട് തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത
ബംഗാളിലുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുക. 84 ആദ്യം മത്സരിക്കുന്നത്, 9 സീറ്റിൽ 0.4%. 89 19 മത്സരിക്കുന്നു, 1.67% 91 42 മത്സരിക്കുന്നു, 11.66% വോട്ട് നേടുന്നു. 96 42 മത്സരിക്കുന്നു, 6.8%. 98 14 സീറ്റിൽ മത്സരിക്കുന്നു, 1 സീറ്റ് നേടുന്നു, 10.2% വോട്ട്. അതായത് 98 അപ്രതീക്ഷിതമായി BJP 1 സീറ്റ് നേടി. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ടായിരുന്നു. 99 2 സീറ്റായി വർദ്ധിപ്പിച്ചു. വോട്ടിംഗ് ശതമാനം 11.13 2004 വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, 8.6 1 സീറ്റ് പോലും ഇല്ലാതെ പോയി. 2009 1 സീറ്റ് നേടി, 6.14 വോട്ട് കുറഞ്ഞു. 2014 മോദി പ്രധാനമന്ത്രിയായി വരുന്ന വർഷം 42 സീറ്റ് മത്സരിച്ച് BJP 2 സീറ്റിൽ നേടി, 17.02% വോട്ട് നേടി. 2019 മമതയെ ഞെട്ടിച്ചുകൊണ്ട് ആകെയുള്ള 42 സീറ്റിൽ 18 സീറ്റും BJP പിടിച്ചെടുത്തു, 40.22% വോട്ട് നേടി. എന്നാൽ 2024 വോട്ട് ശതമാനം അല്പം കുറഞ്ഞു, 39.08, സീറ്റ് 12 കുറഞ്ഞു. 2019 18 സീറ്റ് 2024 12 കുറച്ചു എന്നതാണ് മമതയുടെ ആത്മവിശ്വാസം. പക്ഷേ BJP ശക്തമായ നീക്കമാണ് നടത്തിയത്. മമതയുടെ ഭരണം അട്ടിമറിച്ച് ബംഗാൾ പിടിക്കാൻ. അതിനവർ ദുർഗാദേവിയെ കൂട്ടുപിടിച്ചു. ബംഗാളിനെ ഇളക്കി മറിച്ചുകൊണ്ട് കാവി വിപ്ലവമാണ് കഴിഞ്ഞ 5 വർഷം അവിടെ നടന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ പുറത്തു വരുമ്പോൾ BJP ഭരണം പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് എല്ലാവരും വിലയിരുത്തുന്നത്. മമതയുടെ ഭരണം ജനം മടുത്തു. മമതയുടെ ഗുണ്ടകൾ ഒക്കെ പതിയെ കളം വിട്ടു തുടങ്ങി. BJPയുടെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ മമതയുടെ തന്ത്രങ്ങൾ പാളി. BJP ആയിരിക്കും ഇക്കുറി ബംഗാൾ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും ഉണ്ടാവില്ല.